അങ്ങനെ ആൾക്കാരൊക്കെ മറന്നു തുടങ്ങിയ ഒരു കേസാണ് നമ്മുടെ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട കേസ്. അപ്പോൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിലുള്ള വാർത്തകളൊക്കെ കണ്ടു. പക്ഷേ സത്യത്തിൽ അത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല മരിക്കാൻ. അതാണ് പ്രത്യേകിച്ച് അതിനകത്ത് കാണുന്നുള്ളൂ. അതായത് അസ്വാഭാവികമായിട്ടൊന്നും കാണുന്നില്ല. അതായിരുന്നു അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞ് കാണിച്ചത്. അപ്പോൾ വീണ്ടും ഇപ്പം മാധ്യമങ്ങളിലൂടെയൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറഞ്ഞ് വലിയ ഹെഡിങ്ങോടുകൂടി ഈ ഗോപൻ സ്വാമിയുടെ മരണമല്ല, സമാധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്നതനുസരിച്ച് ഗോപൻ സ്വാമിക്ക് ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു. പിന്നെ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൂടാതെ തലയിലും മൂക്കിലും മുഖത്തുമായി ചതവുകളുണ്ട്. പക്ഷേ ആ ചതവുകൾ ഒരു മരണകാരണമാണ് എന്നുള്ള രീതിയിൽ പറയുന്നില്ല. പക്ഷെ ചതവുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പം അറിയാനുള്ളത് ഇതിൻ്റെ രാസപരിശോധന ഫലങ്ങളുണ്ട്. അതായത് ആന്തരാവയവങ്ങളുടെ വല്ല രീതിയിലുള്ള വിഷാംശം ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. എങ്കിൽ പോലും മൂക്കിലും മുഖത്തൊക്കെ ചതവ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത് പറയാൻ പോകുന്നത്, അച്ഛന് ഓൾറെഡി കണ്ണ് വയ്യല്ലോ. അപ്പം അച്ഛൻ നടന്നു പോയപ്പോൾ അവിടെ എവിടാണ്ട് വീണിട്ടുണ്ടായിരുന്നു. അപ്പം മൂക്കിന് ചതവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയായിരിക്കാം മുഖത്ത് ചതവ് പറ്റിയത്, അങ്ങനെയായിരിക്കാം തലയിൽ ചതവ് പറ്റിയത് എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ ഇനി വരുമായിരിക്കും. എന്താണെങ്കിലും സമാധിയൊക്കെ വീണ്ടും വലിയ രീതിയിൽ സമാധി നടത്തുകയുണ്ടായി. അതിനുശേഷം അവിടെ എന്തോ ഒരു പ്രതിഷ്ഠ വെക്കാനായിട്ടുള്ള പരിപാടിയായിരുന്നു അവരെല്ലാവരും കൂടി. അപ്പോൾ അതിപ്പോൾ വെച്ചിട്ടുണ്ടോ അതോ ശിവരാത്രിയോടനുബന്ധിച്ചാണ് വെക്കുന്നത് എന്നത് അറിയത്തില്ല. അപ്പം ആദ്യ സമയങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇളയ മകൻ, പൂജാരിയായിരുന്ന ഇളയ മകനാണ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് മൂത്ത മകനായി മാറി. പിന്നെ ഇളയ മകനെ എവിടെയും കാണാനില്ല. പിന്നെ ഇളയ മകനെ അടുത്തതായി കാണുന്നത് ഈ വലിയ സമാധി നടത്തിയില്ല രണ്ടാമത്. ആ ടൈമിലാണ് പിന്നെ ഈ ഇളയ മകനെ കാണുന്നത്. അതുവരെ ഇളയ മകൻ ആശുപത്രിയിലായിരുന്നു എന്ന് പറയുന്നു. ഭാര്യേനെയും കൊണ്ട് ആശുപത്രിയിലായിരുന്നു, അമ്മേനെയും കൊണ്ട് ആശുപത്രിയിലായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തയ്യാറായിട്ടില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം അവർ പറയുന്നുണ്ട് അവർക്കിപ്പോൾ ഭയങ്കര കഷ്ടപ്പാടാണ് സത്യത്തിൽ. അതായത് അച്ഛൻ്റെ സമാധി കഴിഞ്ഞു, ഉണ്ടായിരുന്ന പശുവിനെ വിറ്റിട്ട് ഇനി അവിടെ എന്തോ പ്രതിഷ്ഠിക്കാൻ പോവാണ്. അപ്പം ആ പാല് വിറ്റാണ് ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അച്ഛനെ കാണാനും ആൾക്കാർ വരുന്നില്ല, അല്ലാതെ ആൾക്കാർ വരുന്നില്ല. അപ്പം ആ സമയങ്ങളിൽ ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വലിയൊരു ചർച്ചയാണ്, ഇങ്ങനെയൊരു സമാധി എവിടെ ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥാടക പ്രവാഹം കൂടും. തീർത്ഥാടക പ്രവാഹം കൂടിക്കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിനും ആ ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകുന്ന ഇവർക്കും ഉണ്ടാകാൻ പോകുന്ന വരുമാനം എന്ന് പറയുന്നത് ഭീമമായ തുകയാണ്. അപ്പോൾ അങ്ങനെ രീതിയിൽ ചർച്ച വയ്ക്കുകയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പം ഇവരുടെ വർത്തമാനം കേൾക്കുമ്പോഴത്തേനും അത് തന്നെയായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നും. കാരണം പറയുന്നുണ്ട് ക്ഷേത്രത്തിൽ ആൾക്കാർ വരുന്നില്ല, അച്ഛനെ കാണാൻ ആൾക്കാർ വരുന്നില്ല, ഉണ്ടായിരുന്ന പശുവിനെ വിറ്റു, പശുവിൻ്റെ പാൽ കൊടുത്താണ് ജീവിച്ചിരുന്നത്, ഇനി എങ്ങനെ ജീവിക്കണം എന്നറിയത്തില്ല തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ആ അമ്മയും മക്കളും കൂടി പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അതോ ഇനി ശരിക്കും സമാധി ചെയ്താണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു എന്ന് പറയുന്ന വലിയ ഹെഡിങ്ങിനുള്ളിലുള്ള കാര്യം ഇതാണ്. ആന്തരികാവയവങ്ങളുടെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല രാസപരിശോധനാ ഫലങ്ങൾ, അതൊക്കെ വരുന്നതേ ഉള്ളൂ. എന്താണെങ്കിലും മൂക്കിലും മുഖത്തും തലയിലൊക്കെ ചതവുകളുണ്ട്. പക്ഷേ മരണകാരണപരമായ ചതവുകളല്ല അത്. അപ്പം എന്താണ് എന്ന് ഇനി വരുന്നതനുസരിച്ച് അറിയാം. കൂടെ ലിവർ സിറോസിസും ഹൃദയത്തിന് ബ്ലോക്കും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ബാക്കി വരുന്ന വഴിക്ക് കാണാം. ഞാൻ വിചാരിച്ചു ഈ വാർത്തകളൊക്കെ മുങ്ങിപ്പോയി, ഇനി ഇതൊന്നും പൊങ്ങി വരില്ല എന്ന് വിചാരിച്ചിരുന്ന വാർത്തകളാണ്. എന്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ടല്ലോ. കാരണം അത്രത്തോളം കേരളത്തെ പിടിച്ച് കുലുക്കിയൊരു സംഭവമായിരുന്നു ഈ സമാധി. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി അത്രത്തോളം വിവാദ വിഷയപരമായ കാര്യമാണ്. അപ്പോൾ അത് പെട്ടെന്നൊന്നും തീരരുത്. കാരണം കുറേ പേരൊക്കെ അതിനെ അനുകൂലിക്കുന്നവരുണ്ട്, കുറേ പേരൊക്കെ എതിർക്കുന്നവരുണ്ട്. എന്നാണെങ്കിലും ബാക്കി റിസൾട്ടും കൂടി വരുമ്പം അറിയാൻ കാര്യങ്ങൾ.